എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ട്രെയിൻ ദ യൂത്ത് ടു ബി ലീഡേഴ്സ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു യുവാക്കളെ നേർവഴിക്ക് കൊണ്ടുവരാനായിട്ട് ദുശീലങ്ങൾ എന്തെങ്കിലും അവർ പഠിക്കുകയാണ് അല്ലെങ്കിൽ വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ടുള്ള സമയത്ത് മനസ്സിലാക്കി അവരെ നേർവഴിക്ക് കൊണ്ടുവരാനായിട്ട് എല്ലാ മുതിർന്നവർക്കും തീർച്ചയായിട്ടും ഉത്തരവാദിത്തം ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ എന്തുകൊണ്ട് ഇവരെ തന്നെ നമുക്കൊരു നേതാവാക്കിക്കൂടാ? പലപ്പോഴും നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും പൊതുവേ ഉള്ള ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ കുറെ പ്രായം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആളുകളെ നയിക്കാനുള്ള ഒരു പക്വത ഉണ്ടാവൂ എന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെ എപ്പോഴും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ നേർവഴിക്ക് നടത്താനായിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ചെറുപ്പക്കാർ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ക്രിയാത്മകമായിട്ടുള്ള പല രീതിയിലും ചിന്തിക്കാനും ഒക്കെയുള്ള കഴിവും ഇവർക്ക് തന്നെയാണ്. കുറെ പ്രായം കഴിഞ്ഞവർക്ക് തീർച്ചയായിട്ടും അനുഭവം ഉണ്ടാകാം. പക്ഷെ പുതിയ പുതിയ കാര്യങ്ങൾ ഇന്നോവേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് തീർച്ചയായിട്ടും മുതിർന്നവർക്ക് ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അത് തീർച്ചയായിട്ടും നമ്മളിലുള്ള മുതിർന്നവർക്ക് അത് അറിയാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരിൽ തന്നെ നേതൃത്വശീലം ഉള്ള ആളുകളെ കണ്ടെത്തി അവരെ ഒരു നേതാവാക്കി വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം വ്യത്യാസം, എന്തുമാത്രം രീതിയിൽ നമുക്ക് പുരോഗമിക്കാൻ പറ്റും, നമ്മുടെ നാടിനെ നമുക്ക് പുരോഗമിക്കാൻ സാധിക്കും എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കുക. അതിനുള്ള ശ്രമം തീർച്ചയായിട്ടും മുതിർന്ന വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ എടുക്കാവുന്നതാണ്. അത് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടി തന്നെ ആവണം നിർബന്ധവുമില്ല. നാട്ടിലുള്ള അല്ലെങ്കിൽ സമൂഹത്തിലുള്ള നമുക്ക് പരിചയമുള്ള ഏതൊരു കുട്ടിയാണെങ്കിൽ പോലും ഒരു ചെറുപ്പമായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തി അയാളിലുള്ള കഴിവ് വളർത്തിയെടുത്ത് നല്ല നേതാക്കന്മാരെ സൃഷ്ടിച്ച് അതുവഴി സമൂഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.